അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഹുറൂഫുൽ ഹിജായിയ അറബി അക്ഷരമാലകളെ സംബന്ധിച്ചാണ് നമുക്ക് ഈ പ്രാവശ്യം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഖുർആനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അറബി ഭാഷയെ സംബന്ധിച്ചോ കൂടുതലായിട്ടുള്ളൊരു അറിവില്ലാത്ത ആളുകളുണ്ടാകാം. അറബി അക്ഷരം എങ്ങനെ ഉച്ചരിക്കണമെന്നോ അല്ലെങ്കിൽ അറബി അക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കപ്പെടേണ്ടത് അതിൻ്റെ രൂപങ്ങളോ ഒന്നും മനസ്സിലാക്കാത്ത പല ആളുകളുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ഹുറൂഫുൽ ഹിജായിയ അറബി അക്ഷരമാലകളെ സംബന്ധിച്ച് പറയുന്നത്. 28 അക്ഷരങ്ങളാണ് നമുക്ക് അറബിയിൽ ഉള്ളത്. ആ 28 അക്ഷരങ്ങളുടെ മഖ്റജിന് പുറമേ ഉള്ള ചില അക്ഷരങ്ങളുണ്ട്. അത് വളരെ ഒന്നോ രണ്ടോ എണ്ണമുള്ളൂ. അതിൻ്റെ രൂപങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് 28 അക്ഷരങ്ങളെ നമുക്കിപ്പോൾ നിലവിൽ ഒരു 7 അക്ഷരങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. അറബി അക്ഷരങ്ങൾ, ഈ 7 അക്ഷരങ്ങൾ, ഇനിയുമുണ്ട് അക്ഷരങ്ങൾ, അതിൽ 28-ൽ 7 മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ ഒരു രൂപമായിരിക്കും. ഇതിൻ്റെ ഈ അക്ഷരങ്ങൾ മിഡിൽ വരുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റ് വരുമ്പോഴും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ രൂപത്തിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത് അക്ഷരങ്ങൾ ഏതാണെന്ന് വിശദീകരിക്കാം. അപ്പോൾ ഇത് ഒരു അക്ഷരത്തിന്റെ ആദ്യം വരുമ്പോൾ രൂപം, ആ അക്ഷരത്തിന്റെ മിഡിൽ വരുമ്പോൾ രൂപം, ആ അക്ഷരത്തിന്റെ അല്ലെങ്കിൽ ആ സെന്റൻസിന്, അക്ഷരമല്ല, ആ സെന്റൻസിന്റെ അവസാനം വരുമ്പോൾ, ലാസ്റ്റ് വരുമ്പോൾ രൂപം, വേറെ രൂപമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് അറബി അക്ഷരങ്ങൾ എന്ത് ചെയ്യാം വായിക്കാൻ പറ്റും. ഒന്ന്, ഇത് അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ. ശ്രദ്ധിക്കുക, അലിഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ശരിക്കും അതിന് ഉച്ചാരണം രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അലിഫ് എന്നുള്ളത് അത് ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിയും. കാരണം ഇതൊരു സെന്റൻസ് ആയിട്ട് വരുമ്പോൾ ആ ഒരു സെന്റൻസിൽ അലിഫ് എന്നുള്ളത് എന്ത് ചെയ്യില്ല, ഉച്ചരിക്കപ്പെടില്ല. അതിന് മുകളിൽ ഒരു ഹംസ വന്നിരിക്കണം. അലിഫിന് ഒരിക്കലും ഫത്തഹ് വെച്ചുകൊണ്ടുള്ള ഒരു അറബി അക്ഷരം ഇല്ല, അത് മനസ്സിലാക്കാം. അലിഫിന് മുകളിൽ ഒരിക്കലും ഫത്തഹ് വരില്ല. എന്ത് വരണം? ഹംസ എന്ന് പറയുന്ന അക്ഷരം അതിലേക്ക് കടന്നു വരണം. എങ്കിലാണ് അതിന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയുക അ എന്ന രീതിയിൽ ഫത്തഹ്. ഇതിന് ഹംസ എന്നാണ് പറയുക. ഇതിന്റെ മുകളിൽ വന്നിരിക്കുന്ന ആ അക്ഷരം ഹംസ എന്നാണ് പറയുക. അതിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഹർക്കത്ത് എന്ന് പറയാം. അതിന് ചിഹ്നം, അതിന് ആ എന്ന ആ ഒരു രൂപത്തിലേക്ക് അക്ഷരത്തെ ഉച്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫത്തഹ് എന്നാണ് പറയുക. അപ്പൊ അലിഫിന്റെ മുകളിൽ ഒരിക്കലും ഫത്തഹ് വരില്ല. എന്ത് വരണം? ഈ ഹംസ വരണം. ഈ ഹംസ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അലിഫിന് ഒരിക്കലും ഫത്തഹ് വരില്ല, ഹംസ കൂടെ വന്നിട്ടല്ലാതെ. പിന്നെ ഈ ആ എന്നുള്ളത് വന്നു. ഇനി ഈ വരും, ഊ വരും. ഇപ്പോ നമുക്ക് ഫത്തഹും കിസ്റും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇതൊരു അക്ഷരമാണെന്ന് വിചാരിക്കാം. അതിന്റെ മുകളിൽ വരുന്ന ചെരിഞ്ഞ വരയാണ് ഫത്തഹ് എന്ന് പറയുക. അപ്പൊ അതിന് ആ എന്ന് വരും. ഇപ്പൊ ബായിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ബ, തായിന്റെ മുകളിൽ വന്നാൽ ത, തായിന്റെ മുകളിൽ വന്നാൽ സ. അപ്പോ അതിന് ഉച്ചാരണം മറ്റേത് ബ, ത, ഇങ്ങനെ പറയാം, സ, ഇങ്ങനെ പറയാം, ജീം, ഹ, ഖ, ഇങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുക. പക്ഷെ അതിന് ഫത്തഹ് വന്നു കഴിഞ്ഞാൽ, ഈ ഹർക്കത്ത് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു അക്ഷരത്തിന് ചിഹ്നം വന്നു കഴിഞ്ഞാൽ, അപ്പൊ അതിന് അലിഫിനാണെങ്കിൽ ഹംസ വരണം, എല്ലാത്തിനൊക്കെ വെറുതെ ഫത്തഹ് വരും. ഫത്തഹ് വന്നു കഴിഞ്ഞാൽ ബ, ത, സ, ജ, ഹ, ഖ ഉച്ചാരണം അങ്ങനെയാണ് വരാം. ഇനി ഈ അക്ഷരത്തിന് താഴെ ഒരു ചെരിഞ്ഞ വര ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കെസ്ർ എന്നാണ് പറയുക. അപ്പോൾ ഈ എന്ന ഒരു ഉച്ചാരണം വരുന്നതിന് വേണ്ടി, അപ്പോൾ അലിഫിന് താഴെ എന്ത് വരണം? ഹംസ വരണം, എന്നിട്ട് കെസ്ർ വരുള്ളൂ. അപ്പോൾ ഈ എന്ന രീതിയിൽ അത് ഉച്ചരിക്കപ്പെടുന്നു. അപ്പോ ഇനി ബ ഇനൊന്നും അങ്ങനെ വരൂല. ബ ഇനെന്ത് വരുള്ളൂ? കെസ്ർ. ഈ എന്നൊരു ഉച്ചാരണം വരണമെങ്കിൽ ഈ കെസ്ർ താഴെപ്പെടുത്താൽ മതി. അപ്പോൾ ബി, തി, സി, ജി, ഹി, ഹി,
ഇതാണ് അറബി അക്ഷരങ്ങൾക്ക് ഉച്ചാരണം. ഇനി ഒരക്ഷരത്തിന് മുകളിൽ ലൊമ്മ് ഉ എന്ന ഒരു ഉച്ചാരണം വരണം. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ലൊമ്മ് എന്ന് പറയുക. അലിഫിന് മുകളിൽ ലൊമ്മ് വരുമോ? ഇല്ല. അലിഫിന് മുകളിൽ എന്ത് വരണം? ഹംസ. അലിഫ് വന്നിട്ട് ഹംസ വരണം. ഹംസക്കാണ് നമ്മൾ ഈ ലൊമ്മ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താ ഉച്ചാരണം? ഉ, അ, ഇ, ഉ. ഉണ്ടോ? ഇനി ബാന് ഒന്നും വേണ്ട. ബ, ബി, ബു ഈ ഹർക്കത്ത് ഇട്ട് കൊടുത്താൽ മതി. ഈ അക്ഷരങ്ങൾക്ക് ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ബാനൊരു ഫത്തഹ, കസ്റ, ദമ്മ. ബ, ബി, ബു. ഇനി ത, തി, തു, സ, സി, സു, ജ, ജി, ജു. പ്രത്യേകം മനസ്സിലാക്കണം, കസ്റ താഴെയായിരിക്കും. കസ്റ താഴെയായിരിക്കും. ലൊമ്മും ഫത്തഹും ഒക്കെ മുകളിൽ. ഫത്തഹ ആ എന്ന ഉച്ചാരണം വരാൻ, ഉ എന്ന ഉച്ചാരണം വരാൻ. ബ, ബു, ത, തു, സ, സു, ജ, ജു, ഹ, ഹു, ഖ, ഖു. ഹു ഇങ്ങനെ ഉച്ചാരണം വരുന്നതാണ് ലൊമ്മ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അ വരണമെങ്കിൽ ഹംസ വരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കുക. ബ എന്നൊന്നും ഹംസ വേണ്ട. അതിന് നേരെ ഫത്തഹ ഇട്ട് കൊടുത്താൽ ബ, കസ്റ എടുത്താൽ ബി, ലൊമ്മ് ഇട്ട് കൊടുത്താൽ ബു. ഇനി അടുത്തൊരു ഹർക്കത്താണ്, അടുത്തൊരു ചിഹ്നമാണ് സുക്കൂൻ. എന്താണ്? സുക്കൂൻ എന്നുള്ളത്. അപ്പോ ഈ അലിഫിന് സുക്കൂന് വരുമോ? അലിഫിന് സുക്കൂന് വരൂല. എങ്ങനെ വരണം? നമുക്ക് അലിഫ് ഇട്ട് കൊടുത്തിട്ട് ഹംസ കൊടുക്കണം, എന്നിട്ട് സുക്കൂൻ കൊടുക്കണം. എങ്കിൽ എങ്ങനെ വായിക്കാം? നമുക്കറിയാം, ഇതിന്റെ മഖ്റജ് പഠിച്ചിരിക്കാം. മഖ്റജിന്റെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. ഹംസക്ക് ഫത്തഹ് വന്നാൽ ഇവിടെയാണ് നമ്മൾ ഹംസയുടെ ഉച്ചാരണം നമ്മൾ തൊണ്ടയുടെ ഈ ഭാഗത്ത് നിന്നാണ്. അപ്പൊ അ, ഇ, ഉ, അങ്ങനെ വരാം. അപ്പോ അ, ഇ, ഉ. ഇനി ബായോ? ബ ചുണ്ടിൽ നിന്നാണ്. ബ, ബി, ബു, ബ്. ത നാവിൽ നിന്നാ വരണം. ത, തി, തു, ത്. സായോ? സായുടെ നാല് തുമ്പത്ത് നിന്ന് വരണം. അപ്പൊ സ, സി, സു, സ്. ഇനി ജായോ? ജീമും. അത് ജീം നാവിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് വരണം. അപ്പൊ ജ, ജി, ജു, ജി. ഹ തൊണ്ടയുടെ സെന്റർ ഭാഗത്ത്, ത്രോട്ടിന്റെ സെന്റർ നിന്നാണ്. അപ്പൊ ഇങ്ങനെ പറയും ഹ. ഒരു നമ്മൾ ഷാർപ്പ് കട്ടിങ് ചെയ്യുന്ന രീതിയിൽ ഹ, ഹി, ഹു, ഹ. ഇനി ഹോ നമ്മുടെ തൊണ്ടയുടെ മുകളിൽ നിന്നാ വരണം, ത്രോട്ടിന്റെ ഏറ്റവും മുകളിൽ നിന്നാണ്. അപ്പോ ഹ, ഹി, ഹു, ഹ. ഇനി തൻവീനുകൾ വരും. തൻവീൻ എങ്ങനെയാണ്? നമുക്കറിയാം, ഈ ഫത്തഹ് ഇടുന്നതിന്റെ കൂടെ തന്നെ ഒരു ഫത്തഹും കൂടിയിട്ട് തൻവീൻ. അപ്പോ അൻ എന്ന രീതിയിൽ ഇൻ, കസ്റ തൻവീൻ. പിന്നെ വന്നത് ലൊമ്മ് തൻവീൻ. അപ്പൊ ഇത് വരുമ്പോ എന്തായി ഉച്ചാരണം? അൻ, ഇൻ, ഉൻ. ഈ ഹംസക്ക് മുകളിൽ വരണം. അപ്പൊ അൻ. കസ്റ താഴെ, രണ്ട് കസ്റ വന്നു കഴിഞ്ഞാൽ ഇൻ, രണ്ട് ലൊമ്മ് കഴിഞ്ഞാൽ ഉൻ. ഒരിക്കലും സുക്കൂന് എന്താ തൻവീനില്ല, ഇരട്ടിക്കലില്ല. അപ്പോ ഹർക്കത്തുകൾ മനസ്സിലാക്കുക. ഇത് ആ എന്ന ഉച്ചാരണം വരുന്നു, ഇത് ഇ എന്ന ഉച്ചാരണം വരുന്നു, ഉ എന്ന ഉച്ചാരണം വരുന്നു, എന്ന ഉച്ചാരണം വരുന്നു. തൻവീൻ ആണെങ്കിൽ രണ്ട് ഫത്തഹ്, രണ്ട് അക്ഷരങ്ങൾ ചിഹ്നങ്ങൾ വന്നാൽ അൻ എന്ന രീതിയിൽ. കെസ്ർ താഴെ വരുമ്പോൾ രണ്ടെണ്ണം വന്നാൽ ഇൻ എന്ന ഉച്ചാരണം. ദമ്മ വരികയാണെങ്കിൽ ഉൻ എന്ന ഉച്ചാരണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാത്തിനും ഇട്ട് കൊടുത്തു നോക്കൂ. ബൻ, ബിൻ, ബുൻ, തൻ, തിൻ, തുൻ, സൻ, സിൻ, സുൻ, ജൻ, ജിൻ, ജുൻ, ഹൻ, ഹിൻ, ഹുൻ, ഖൻ, ഖിൻ, ഖുൻ. ഇതൊന്ന് ഉച്ചരിച്ചു നോക്കി നമ്മൾ. അൻ, ഇൻ, ഉൻ. ഇത് ആയാണ്, ആ എന്ന രീതിയിലാണ്. നമ്മൾ തൻവീനിട്ട് കൊടുക്കുമ്പോഴാണ് വരുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കോ. അൻ, ഇൻ, ഉൻ ഇങ്ങനെയാണ് പറയുക. അപ്പോ നമ്മളിത് ഉച്ചരിച്ചു അ, ഇ, ഉ, അൻ, ഇൻ, ഉൻ. ഇനി ഇവിടെ ഇട്ട് കൊടുത്തോ ബ, ബി, ബു, ബ്. ഇങ്ങനെ ഇട്ട് കൊടുത്തോ. ഇനി തൻവീൻ ഇട്ട് കൊടുത്തോ ബൻ, ബിൻ, ബുൻ. ഇനി ഫത്തഹ് ഇട്ട് കൊടുത്തോ ത, കസ്ർ തി, വമ്മ് തു, സുക്കൂന് ത്. തൻവീൻ ഇട്ട് കൊടുത്തോ തൻ, തിൻ, തുൻ. ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ ഉച്ചരിച്ചു നോക്കിയോ. സ, സി, ഇത് സു, ഇത് സ്. തൻവീൻ ഇട്ട് കൊടുത്തോ സൻ, സിൻ, സുൻ. കേട്ടോ. ഇനി ജ, ജി, ജു, ജ്. ആണ്ടാ ജ, ജി, ജു, ജ്.
ഇനി തൻവീൻ ഇട്ട് കൊടുത്തോ, ജൻ, ജിൻ, ജുൻ, ഇങ്ങനെ 3. ഇനി ഹ, ഹി, കസറിട്ട് കഴിഞ്ഞാൽ ഹി, ദമ്മിട്ട് കഴിഞ്ഞാൽ ഹു, സുക്കൂനിട്ട് കഴിഞ്ഞാൽ ഹ്. ഇനി അതിന് തൻവീൻ ഇട്ട് കൊടുത്തോ, ഫതഹ് തൻവീൻ ഇട്ട് കഴിഞ്ഞാൽ ഹൻ, ഹിൻ, ഹുൻ, ഇങ്ങനെ. ഇനി ഖ, ഖായിന് ഫതഹ് ഇട്ടാൽ ഖ, കസറിട്ടാൽ ഖി, ദമ്മിട്ടാൽ ഖു, സുക്കൂനിട്ടാൽ ഖ്. അപ്പോൾ ഇനി തൻവീൻ ഇട്ട് കൊടുത്തോ, ഖൻ, ഖിൻ, ഖുൻ. ഇതാണ് നമ്മൾ ഉച്ചരിക്കേണ്ട രീതി. ഇൻഷാ അല്ലാഹ് അടുത്തത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ തന്നെ മിഡിലും ലാസ്റ്റും എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണം, അറബി അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.